ജോഷില, അർജുൻ്റെ സഹോദരി പറയുന്നതനുസരിച്ച് ആ കുടുംബം ഇപ്പോഴത്തെ സാഹചര്യങ്ങളോട് അത് ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ മുൻപിലുള്ള വലിയ സങ്കടം എന്താണ് സംഭവിച്ചത് എന്ന് അറിയേണ്ടേ? നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്നത് പോലെ എത്രയധികം ഒരു മനധൈര്യത്തോടെയാണ്, സമചിത്തതയോടെയാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ആ മനുഷ്യരോടാണ് ഒരു ഭരണകൂടം ഈ നീതികേട് കാണിക്കുന്നത് കർണാടകത്തിൽ. തീർച്ചയായും മനു, ഞാനവിടെ ചെന്നപ്പോൾ അർജുൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോളെ എൻ്റെ മകൻ തിരിച്ചു വരുമായിരിക്കും അല്ലേന്ന്. ആ മനുഷ്യൻ്റെ ഏക പ്രതീക്ഷയാണ് അർജുൻ. വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്തിയത്. സഹോദരിയുടെ കല്യാണം അടുത്തു, സെപ്റ്റംബർ 8 കല്യാണ നിശ്ചയം വരാൻ പോവുകയാണ്. അപ്പോഴേക്ക് വീടിൻ്റെ പെയിൻറ് ഞാൻ വന്നതിന് ശേഷം അടിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മകൻ ഇറങ്ങിപ്പോയത് എന്നാണ് ആ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്. അവൻ വരും എന്ന് തന്നെയാണ് അച്ഛൻ്റെ പ്രതീക്ഷ. വരുമായിരിക്കും അല്ലേ എന്നുള്ള ചോദ്യത്തിന് വരുമെന്ന് മാത്രമേ ഞങ്ങൾക്കും പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അച്ഛൻ മാധ്യമങ്ങളെ കാണാൻ ഞങ്ങൾ നിർബന്ധിച്ചിട്ടുമില്ല. സഹോദരിക്ക് പറയാനുണ്ടായിരുന്നത് പ്രതീക്ഷ നശിച്ചു എന്നുള്ള രീതിയിലാണ് സഹോദരി പറയുന്നത്. എന്നാൽ പോലും എവിടെയാണ് ഉള്ളത് എന്ന് അറിയാനുള്ള ഒരു അവകാശം ഞങ്ങൾക്കില്ലേ എന്നുള്ളൊരു ചോദ്യം സഹോദരി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്രയധികം സാങ്കേതിക സംവിധാനങ്ങളും ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ വളർന്നു വികസിച്ച ഈ ലോകത്ത് എവിടെ പോയി എൻ്റെ സഹോദരൻ എന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത വിധത്തിൽ അധപ്പതിച്ചുവോ നമ്മുടെ നാട് എന്നുള്ളതാണ് സഹോദരി നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. ഇന്നലെ PCC ജനറൽ സെക്രട്ടറി ഇവിടെ വന്നപ്പോൾ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത്, ഞങ്ങൾ വൈകിട്ടില്ല, അതൊരു കുഗ്രാമമാണ്, റിമോട്ട് ഏരിയ ആണ്, അവിടെ കർണാടകത്തിൻ്റെ പല ഭാഗത്തും അതേ ദിവസങ്ങളിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഈ ലോകത്ത് നിന്നുകൊണ്ടാണ്, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയേറെ വികസിച്ച ഈ ലോകത്ത് നിന്നുകൊണ്ടാണ് PCC ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. കുടുംബങ്ങളുടെ പ്രതികരണം നോക്കണ്ട, കുടുംബങ്ങളുടെ പ്രതികരണം അത് വൈകാരികമായ പ്രതികരണമാണ്, അവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. കുടുംബങ്ങൾ ഇന്നും സഹോദരി ഞങ്ങളോട് പറഞ്ഞു അതൊരു വൈകാരികത മാത്രമായിരുന്നില്ല, ഞങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു എന്നുള്ളത്. ആ ആവശ്യം പോലും നിറവേറ്റാൻ 7ാമത്തെ ദിവസമായിട്ട് പോലും കർണാടക സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മനു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലായിരുന്നെങ്കിൽ, കർണാടകത്തിലായതുകൊണ്ട് മാത്രമാണ് അർജുൻ എവിടെയുണ്ടെന്ന് പോലും അറിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. കേരളത്തിലായിരുന്നെങ്കിൽ അർജുൻ എവിടെയായിരുന്നു എന്ന് മാത്രമല്ല, ഒരുപക്ഷെ അർജുനെ കണ്ടെത്തിയപ്പോൾ അർജുൻ കുടുംബത്തോടൊപ്പം കഴിയുമായിരുന്നു എന്നുള്ളത് പ്രളയകാലത്തായാലും മറ്റെല്ലാ ദുരന്ത മുഖങ്ങളിലായാലും നമ്മൾ കണ്ടതാണ്. അതേ പ്രതീക്ഷയോടുകൂടിയാണ് അവർ ആദ്യത്തെ 2 ദിവസങ്ങൾ കഴിഞ്ഞത്. എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ്. ഓരോ നിമിഷവും വൈകും തോറും അവർക്ക് ആശങ്ക വർദ്ധിച്ചു. ആ ആശങ്ക അവസാനം സൈന്യമെത്തി തിരച്ചിൽ നടത്തി. ഇപ്പോൾ ആ പ്രതീക്ഷയും പോയിരിക്കുന്ന മട്ടിലാണ് ഇപ്പോൾ ഞങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. മനു. ശരി ജോഷില, എനിക്കത് കേൾക്കുമ്പോൾ സങ്കടമുണ്ട്. എനിക്ക് മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകരൊക്കെ അത് കേൾക്കുമ്പോൾ, ആ വാക്കുകൾ കേൾക്കുമ്പോൾ വല്ലാതെ സങ്കടത്തോടെയാണ് നമ്മളത് കേട്ടുനിന്നത്. അർജുൻ്റെ സഹോദരിയുടെ വാക്കുകൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും സങ്കടമാണ്. 3.5 കോടി മലയാളിയുടെയും സങ്കടമാകേണ്ടതാണത്. കാരണം നമ്മളിൽ ഒരാളെയല്ലേ നഷ്ടപ്പെട്ടു പോയത്. ആ ഒരു പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണല്ലോ.